ായിട്ട് ഗസ യുദ്ധം ബാധിച്ചിട്ടുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും ടൂറിസ്റ്റുകൾ അടക്കം ഗൾഫിലേക്ക് വരാൻ മടിക്കുന്ന സിറ്റുവേഷൻ നിലവിലെ സാഹചര്യത്തിലുണ്ട്. അതുകൊണ്ട് പുതിയൊരു യുദ്ധ സാഹചര്യം മേഖലയിൽ ഉരുത്തിരിഞ്ഞു വരുന്നതും അത് തുടരുന്നതും ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് സൗദി കിരീടാവകാശി തുടരെ ഇന്നലെ രാത്രി മുതൽ വിവിധ രാഷ്ട്രങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ബ്രിട്ടനുമായി സംസാരിച്ചു കഴിഞ്ഞു, ട്രംപുമായി നേരത്തെ സംസാരിച്ചതാണ്, റഷ്യയുമായി സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇപ്പോൾ ഇറാനുമായി നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞു. ഇതേ രൂപത്തിൽ തന്നെ ഖത്തറിന്റെയും യുഎഇയുടെയും പക്ഷത്തു നിന്നും സമാന രീതിയിൽ തന്നെ കനത്ത സമ്മർദ്ദം ഇതുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഇസ്രായേലാണ് പ്രശ്നം. ഇസ്രായേൽ ഒരു വിഷയത്തിൽ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരിട്ട് ഇസ്രായേലുമായി ബന്ധമില്ല. അതുകൊണ്ട് ഇസ്രായേലുമായി US വഴി മാത്രമേ സംസാരിക്കുക വഴിയുള്ളൂ. പക്ഷേ രണ്ട് കൂട്ടർക്കും ഇത് അഭിമാന നിമിഷവും അഭിമാന പ്രശ്നവുമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുതിർന്ന സൈനിക മേധാവികളാണ് കൊല്ലപ്പെട്ടത്. അതിനുള്ള തിരിച്ചടിയാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആര് നിർത്തിവെക്കാൻ ആരംഭിക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലൊരു പക്ഷേ ഏറ്റവും നിർണായകമായി ഇടപെടാൻ കഴിയുന്ന കക്ഷി എന്ന് പറയുന്നത് US ആണ്. US-ന് എത്രമാത്രം നിലവിലെ സാഹചര്യത്തിൽ ഇതിൽ ഇടപെടാൻ സാധിക്കുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.